6 കോർപ്പറേഷനുകൾ, അതാണ് കേരളത്തിൽ ഉള്ള കോർപ്പറേഷനുകളുടെ എണ്ണം. തിരുവനന്തപുരം, കൊല്ലം, അത് കഴിഞ്ഞാൽ കൊച്ചി കോർപ്പറേഷനാണ്, തൃശ്ശൂർ കോർപ്പറേഷൻ, കോഴിക്കോട്, കണ്ണൂർ. UDF വ്യക്തമായി ഇപ്പോൾ അധികാരമുള്ളത് കണ്ണൂരിൽ മാത്രമാണ്. ഒന്ന് ആലോചിക്കണം, ബാക്കി 5 കോർപ്പറേഷനുകളും UDF കയ്യിൽ അല്ല എന്നുള്ളത് അവർക്ക് അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. പക്ഷേ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ കോർപ്പറേഷൻ അവരെന്തായാലും നിലനിർത്തും. കുറച്ചുകൂടെ മെച്ചപ്പെട്ട പ്രകടനമായിരിക്കും അവിടെ കാഴ്ചവെക്കാൻ കഴിയുന്നത്. പക്ഷേ മറ്റേതെങ്കിലും കോർപ്പറേഷനുകൾ UDF പിടിക്കാൻ പറ്റും? കൃത്യമായി പ്ലാനിങ്ങോടെ മുന്നോട്ട് പോയാൽ ഉറപ്പായും കൊച്ചി കോർപ്പറേഷനിൽ അവർക്ക് തിരിച്ചു വരാൻ കഴിയും. അതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ അവർക്ക് അധികാരം പിടിക്കാൻ കഴിയും. അതല്ലാതെ തിരുവനന്തപുരത്തോ കൊല്ലത്തോ അതല്ലെങ്കിൽ ഈ പറയുന്ന തൃശ്ശൂരിലോ കോൺഗ്രസ്സിന് അധികാരം കിട്ടാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്നുള്ളത് വളരെ വാസ്തവമാണ്. ഇൻഫാക്റ്റ് തിരുവനന്തപുരത്തും തൃശ്ശൂരും BJP അവിടെ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള സർവ്വസന്നാഹങ്ങളും ഒരുക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. നമുക്കറിയാം, നിലമ്പൂർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ജൂൺ 19 വോട്ടെടുപ്പ്, അത് കഴിയുമ്പോൾ വോട്ടെണ്ണലുണ്ട്. 23-ാം തീയതി വോട്ടെണ്ണലാണ്. ഈ വിഷയം കഴിയുമ്പോൾ, നിലമ്പൂർ കഴിയുമ്പോൾ ഉടൻ കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. കാരണം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഇനി എത്തിക്കഴിഞ്ഞു. കാരണം 2 മാസത്തിനുള്ളിൽ, ജൂലൈ ഓഗസ്റ്റ് കഴിഞ്ഞാൽ സെപ്റ്റംബറിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത്. എന്തെങ്കിലും സന്നാഹം UDF കൈവശമുണ്ടോ? UDF ഈ പറയുന്ന തിരുവനന്തപുരത്തും ദുർബലമായി കിടക്കുന്ന തൃശ്ശൂരിലും കൊല്ലത്ത് UDF വേഴ്സസ് LDF തന്നെയാണ് ഇപ്പോഴത്തെ മത്സരമെങ്കിലും കൊല്ലത്തിപ്പോഴും UDF വലിയ മേൽക്കൈയൊന്നുമില്ല. ലോക്സഭയിൽ, പാർലമെൻറ്റിൽ കോർപ്പറേഷൻ ഉൾപ്പെടുന്ന മേഖല തന്നെയാണ് പാർലമെൻറ്റിൽ NK പ്രേമചന്ദ്രൻ പ്രദാനം ചെയ്യുന്നെങ്കിലും ഒരിക്കലും കോർപ്പറേഷൻ്റെ എഫക്റ്റിലേക്ക് വരത്തില്ല. എന്നാൽ പോലും ചെറിയ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ മസ്റ്റായിട്ടും UDF പിടിച്ചെടുക്കാൻ പോകുന്നത് കൊച്ചി കോർപ്പറേഷൻ തന്നെയാണ്. കണ്ണൂർ കോർപ്പറേഷൻ അവർ നിലനിർത്തും, കൊച്ചി കോർപ്പറേഷൻ അവർ പിടിച്ചെടുക്കും. അതിനോടൊപ്പം തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ അവർ അത്ഭുതം സൃഷ്ടിക്കും. ഇതാണൊരു വിലയിരുത്തൽ വന്നിരിക്കുന്നത്. കോഴിക്കോട് എന്തുകൊണ്ട് അത്തരത്തിൽ ഒരു മുന്നേറ്റം സൃഷ്ടിക്കും? പഴയ രീതിയിലുള്ള ഒരു ഇക്വേഷൻ അല്ല കോഴിക്കോട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കോഴിക്കോട് നോർത്തും സൗത്തും ഒക്കെ വരുന്നുണ്ട്. കോർപ്പറേഷൻ്റെ കീഴിൽ വരുന്ന സാഹചര്യം വരുമ്പോൾ കോഴിക്കോടുള്ള വാർഡുകളുടെ കാര്യം നോക്കുമ്പോൾ CPIM കോഴിക്കോട് ജില്ല മൊത്തത്തിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ട്. പക്ഷേ അവിടെ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി വീണ്ടും പ്രദീപ് കുമാറിനെ കൊണ്ടുവന്നത് ചില ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഒരിക്കലും പ്രദീപ് കുമാറിനെ പോലൊരു വ്യക്തിയെ കൊണ്ടുവരത്തില്ല. പക്ഷേ എന്നാൽ പോലും എന്തൊക്കെ ഗിമിക്സ് കാണിച്ചാലും കോഴിക്കോട് പിടിച്ചെടുക്കാൻ, പ്രത്യേകിച്ച് അവിടുത്തെ DCC അധ്യക്ഷനും ഷാഫി പറമ്പിലും MK രാഘവനും ഒരു പ്ലാനിംഗ് ഉണ്ട്. കോഴിക്കോടാണ് കോർപ്പറേഷനിലെ കാര്യത്തിൽ കോൺഗ്രസ്സിന് ഒരു പ്രതീക്ഷയുള്ളത്. അപ്പോൾ തൃശ്ശൂരും തിരുവനന്തപുരത്തും ഒക്കെ എന്തായിരിക്കും സ്ഥിതി എന്ന് ചോദിച്ചാൽ, അവിടുത്തെ സ്ഥിതി BJPയിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുണ്ടോ എന്നുള്ളതും അവിടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. തിരുവനന്തപുരവും തൃശ്ശൂരും മാത്രമാണ് BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള 2 സ്ഥലങ്ങൾ. ഈ 2 കോർപ്പറേഷൻ്റെ കാര്യം നോക്കിയാലും ലോക്സഭാ വോട്ടെണ്ണൽ കഴിയുമ്പോൾ ഈ 2 കോർപ്പറേഷൻ വാർഡ് മൊത്തത്തിൽ നോക്കുമ്പോൾ ടോട്ടൽ വോട്ട് കിട്ടിയതിൽ BJPക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് ട്രിവാൻഡ്രം കോർപ്പറേഷനിലും തൃശ്ശൂർ കോർപ്പറേഷനിലും കിട്ടിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കാം. മറ്റുള്ള കോർപ്പറേഷനിലെ കാര്യം നോക്കുമ്പോൾ എല്ലായിടത്തും UDF തന്നെയാണ്. പാർലമെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പിലെയും വോട്ടിംഗ് പാറ്റേൺ വളരെ വ്യത്യസ്തമാണ്.
നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ ഒരിക്കലും അതിൻ്റെ ഒരു തനി ആവർത്തനം അസംബ്ലിയിലോ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലോ കാണത്തില്ല. പക്ഷേ എങ്കിൽ ഈ രണ്ട് കോർപ്പറേഷനിലും തിരുവനന്തപുരത്തും തൃശ്ശൂരിലും അങ്ങനെയല്ല, സ്ഥിതിഗതികൾ മാറും. അവിടെ കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞ തിരുവനന്തപുരത്ത് ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയാക്കാൻ ഒരു നീക്കമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റി തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ കോർപ്പറേഷൻ ഭരണം ആകപ്പാടെ മുടിഞ്ഞു മുണ്ടക്കോലെടുത്തിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസ്സിന് സംഘടനാപരമായി വളരെ ദൗർബല്യമാണ് ഇപ്പോഴും ഉള്ളത്. അത് ഒരു പോയിൻ്റാണ്. അപ്പോൾ കണ്ണൂരിൽ മാത്രമാണ് സംഘടനാപരമായി കോർപ്പറേഷനിൽ ഇൻടാക്റ്റായി കോൺഗ്രസ് നിൽക്കുന്നത്. കൊച്ചി കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തേക്ക് വഴുതി വീണത്. അത് തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. കോഴിക്കോട് ഒരു വാശിയേറിയ പോരാട്ടത്തിലേക്ക് ഫിനിഷ് ചെയ്യുന്നു.